ഇപ്പോഴും നിങ്ങളുടെ നിഷ്കളങ്കതയിൽ എനിക്ക് മതിപ്പ് തോന്നുകയാണ് നിങ്ങളോട്. കാരണം ആ വീടൊക്കെ നിർമ്മിക്കപ്പെടും എന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം, നമുക്ക് മുൻവിധി വേണ്ട, ഞാൻ അതിന് നിങ്ങളെ വിമർശിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീട് വെച്ചു കൊടുത്ത ചരിത്രവും ഇല്ല. സുനാമി മുതൽ ഇങ്ങോട്ട് CPIM വെച്ചു കൊടുത്ത വീടുകളുടെയും മറ്റും അനുഭവം കേരളത്തിന്റെ മുന്നിലുണ്ട്. ഇത് ഏതൊരു പൊതുപ്രവർത്തകനെയും ലജ്ജിപ്പിക്കുന്ന തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. പ്രളയത്തിൽ അത് നമ്മുടെ മുന്നിലുണ്ട്, അതിന് ശേഷമുണ്ട്, ഇപ്പോഴും നമ്മളത് കാണുകയാണ്. ഏതായാലും സമൂഹത്തിൽ വിമർശനം ഉയർന്നു വന്ന ആ വിമർശനം വളരെ ശക്തിപ്പെട്ടപ്പോൾ സ്ഥലം വാങ്ങി. അത് തന്നെ ഒരു വലിയ മാറ്റമാണ്, സ്ഥലം വാങ്ങി എന്നുള്ളത്. അവിടെ വീട് നിർമ്മാണം പൂർത്തിയാക്കുക എന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ്. അത് അവർ ചെയ്യേണ്ടതാണ്. നമുക്ക് കാത്തിരിക്കാം അവർ ചെയ്യുമെന്നുള്ളത്. ടൗൺഷിപ്പിൽ വീട് കിട്ടാൻ വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന നില സർക്കാർ സ്വീകരിച്ചപ്പോൾ ഇങ്ങനെയുള്ള ചില സംഘടനകളെല്ലാം വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന വാഗ്ദാനം വിശ്വസിച്ച് സർക്കാരിൻ്റെ വാഗ്ദാനം, അതായത് വീട് അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ ഒരു വീട്, ഇനി അത് ആവശ്യമില്ല എന്നുള്ളവർക്ക് നിശ്ചിത തുക നൽകാം എന്ന് പറഞ്ഞപ്പോൾ തുക വാങ്ങിയവരുണ്ട്. ഞാൻ വിചാരിക്കുന്നു അവരുടെ പ്രയാസമായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. തുക വാങ്ങിയിട്ട് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഞങ്ങൾ സ്വന്തം നിലയ്ക്ക് കണ്ടെത്താം എന്ന നിലപാട് സ്വീകരിച്ചവരുണ്ട്. അവരിപ്പോ ആകെ നിരാശയിലാണ്. അത് വസ്തുതയാണ്. അവരിവരെ വിശ്വസിച്ചതാണ്. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാവും എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. തീർച്ചയായും നിരാശരും ആലംബഹീനരുമായ ആളുകളോടൊപ്പം നിൽക്കുകയല്ലേ നമുക്ക് പറ്റൂ. അപ്പൊ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞവർ അത് പാലിക്കേണ്ടതാണ്. അത് പാലിക്കില്ല എന്ന് നിങ്ങളെപ്പോലെ ഉള്ളവർക്കും ബോധ്യമാവുന്ന ഒരു സമയത്ത് അത്തരമൊരു വിഷയത്തിൽ നമ്മുടെ സമൂഹം കൂട്ടായിട്ടും സർക്കാരും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തേക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.